In a land where history whispers from every stone, our roots go deep through centuries of faith and devotion. From the dawn of Christianity, amidst the sands of time, the Universal Syriac Orthodox Church, a beacon of hope, stands tall against the shifting sands of empires. Through adversity and triumph, their spirit never wavered. It's our story, our identity. We carry on the legacy of our ancestors, preserving our faith for the generations to come. എല്ലാ സ്ഥലത്തും, അതായത് സിറിയയിലാകട്ടെ, തുർക്കിയിലാകട്ടെ, ഇറാഖിലാകട്ടെ ഒക്കെയും ഈ സുറിയാനി സഭ പീഡനങ്ങളിലൂടെ കടന്നു പോവുകയാണ്. സുറിയാനി സഭയെ ഇല്ലാതാക്കാൻ അതിന്റെ വിവിധ ശത്രുക്കൾ ചുറ്റും നിന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. 2000 വർഷമായി തുടർച്ചയായി പീഡിപ്പിക്കപ്പെടുന്ന ഒരു സഭ. That's the mark of the true church. ഈ റോമൻ കത്തോലിക്ക സഭയുടെ പരിശുദ്ധ പിതാവ് മാർപ്പാപ്പ സുറിയാനി സഭയെ നോക്കി വിശേഷിപ്പിച്ചത് രക്തസാക്ഷികളുടെ സഭ എന്നാണ്. ദ ചർച്ച് ഓഫ് മാർട്ടിയേഴ്സ്. അത് അന്വർത്ഥമാണത്, അക്ഷരികമായി കൃത്യമാണ്. രക്തസാക്ഷികളുടെ സഭ 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും പീഡിപ്പിക്കപ്പെടുകയും കൊല്ലപ്പെടുകയും ചെയ്യുന്ന സഭ. 2000 വർഷമായി ദ മാർക്ക് ഓഫ് ദ ട്രൂ ചർച്ച്. സത്യത്തിൽ കേരളത്തിലെ ക്രിസ്ത്യൻ സാന്നിധ്യത്തിന്റെ യഥാർത്ഥ ഉത്തരവാദികൾ കനാനായ സമൂഹമാണ്. കനാനായക്കാര് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ ഇവിടുത്തെ തദ്ദേശീയ ഭരണാധികാരികൾ അവർക്ക് അധികം പ്രിവിലേജുകൾ കൊടുത്തു. കേരളത്തിലെ ക്രിസ്ത്യാനിറ്റിയുടെ പിതൃത്വം കനാനായ കമ്മ്യൂണിറ്റിക്കാണ്, അവരുടെ കോൺട്രിബ്യൂഷനാണ്. ഈ കനാനായ കമ്മ്യൂണിറ്റിയെ ലിക്വിഡേറ്റ് ചെയ്ത് അങ്ങനെ ഒരു ചരിത്ര സത്യം ഇല്ല എന്ന് മായ്ച്ചു കളയേണ്ടത് ഇവരുടെ ആവശ്യമാണ്. ഈ ചരിത്രത്തിന്റെ അപനിർമ്മാണം നടത്തുന്നവർക്ക് ആ കമ്മ്യൂണിറ്റിയെ വിഴുങ്ങിയേ മതിയാവും. എന്നിട്ട് അവരുടെ പൈതൃകം തങ്ങളുടെ പൈതൃകമാണ് എന്ന് അവതരിപ്പിക്കണം. ഇപ്പൊ തന്നെ ഇതൊരു പാരമ്പര്യമാണ്. പൂർവികമായി അവരാരോടാണ് കൂറു വെച്ചിരുന്നത്? അന്ത്യോക്യൻ സിംഹാസനത്തോടാണ്. അപ്പൊ പൂർവികമായ ഒരു ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റി എന്ന് പറയുന്നത് കനാനായ കമ്മ്യൂണിറ്റിയാണ്. ആ കനാനായ കമ്മ്യൂണിറ്റിയിൽ ഒരാളെങ്കിലും ഇവിടെ അവശേഷിക്കുന്നിടത്തോളം കാലം അന്ത്യോക്യ സിംഹാസനവുമായിട്ടുള്ള ബന്ധത്തെ ഒരു കാരണവശാലും ഡിസ്പ്രൂവ് ചെയ്യാൻ പറ്റില്ല. ഒരു ലിവിങ് എവിഡൻസ് ആണ്. അതുകൊണ്ടാണ് ആ കമ്മ്യൂണിറ്റിയോടുള്ള അറ്റാക്ക്. ആ കമ്മ്യൂണിറ്റി ഇല്ലാതാക്കണം എന്ന് പറയുന്നതിന്റെ കാരണം അതാണ്. ചരിത്രത്തിന്റെ വലിയൊരു സാക്ഷ്യമാണ് ആ കമ്മ്യൂണിറ്റി അവിടെ നിൽക്കുന്നത്. അതുകൊണ്ട് അവരെ പലതരത്തിൽ അവഹേളിക്കാനും ആക്ഷേപിക്കാനും അവരെ ഇല്ലാതാക്കാനും ഒക്കെ പലരും ശ്രമിക്കുന്നുണ്ട്. പക്ഷെ ഇന്ന് വരെ അതൊരു ചരിത്രത്തിന്റെ അടയാളപ്പെടുത്തലാണ്. പൂർവിക കാലം മുതൽ അന്ത്യോക്യയിലെ പാത്രിയർക്കീസിന്റെ നിയോഗപ്രകാരമാണ് ഈ കനാനായ കമ്മ്യൂണിറ്റി ഇവിടേക്ക് വന്നത്. ഇപ്പൊ കനാനായക്കാരുടെ അസ്തിത്വം ഇല്ലാതാക്കാൻ ശ്രമിക്കുമ്പോൾ കനാനായക്കാർ സ്ട്രൈവ് ചെയ്ത് അതിനെ പിടിച്ചു നിർത്തും. എന്തിനാണ്? അതാ ഉപദേശപരമായ, നമ്മുടെ ആശയപരമായ, നമ്മുടെ തത്വചിന്താപരമായ അല്ലെങ്കിൽ ആദർശത്തെ നിലനിർത്തുക എന്നുള്ള. ഈ പോർച്ചുഗീസുകാരുടെ ആഗമനത്തോടു കൂടിയാണ് റോമാസഭ മലങ്കരയിലേക്ക് വരുന്നത്. അതിനു മുമ്പ് റോമിന് മലങ്കരയിൽ ജൂറിസ്ഡിക്ഷൻ ഇല്ല. മെനിസിസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം മെത്രാപ്പോലിത്ത ഒന്നുമല്ല, ഒരു പട്ടാള ഉദ്യോഗസ്ഥനായി കേരളത്തിലെ സഭയെ പറങ്കി നുകത്തിന്റെ കീഴിൽ കൊണ്ടുവരുവാൻ വേണ്ടി ഈ പട്ടാള ഓഫീസറെ പെട്ടെന്ന് ഒരു ബിഷപ്പ് വേഷം കെട്ടിച്ച് കേരളത്തിലോട്ട് വിട്ടതാണ്. അപ്പൊ അതുകൊണ്ട് അദ്ദേഹത്തിന് യാതൊരു മൃദു സ്വഭാവമില്ലായിരുന്നു. ഒരു പട്ടാള ഓഫീസറിന്റെ എല്ലാ കാർക്കശ്യവും എല്ലാ ക്രൗര്യവും എല്ലാ എന്താണ് ഇതിന് പറയുന്നത്, ഭീഷണിയുടെ സ്വരവും എല്ലാം അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു തികഞ്ഞ മിലിറ്ററി ഓഫീസർ അദ്ദേഹമാണ് ഇവിടെ നിയോഗിക്കപ്പെട്ടത്. അദ്ദേഹമാണ് ഉദയംപേരൂർ സുന്നോദോസ് വിളിച്ചു കൂട്ടുന്നത്. 1599 ഉദയംപേരൂർ സുന്നോദോസ് നടക്കുന്നു. ഉദയംപേരൂർ സുന്നോദോസിൽ കേരളത്തിലെ ക്രിസ്ത്യാനികളെ ബലമായി കത്തോലിക്ക സഭയുടെ നുകത്തിന്റെ കീഴിൽ മെനിസിസ് മെത്രാപ്പോലിത്ത മുഷ്ടിബലത്താൽ കൊണ്ടക്കെട്ടുന്നു. ഉദയംപേരൂർ സുന്നോദോസിൽ പരമാവധി രേഖകൾ മെനിസിസ് മെത്രാപ്പോലിത്ത കത്തിച്ചു. ബാക്കി മെനിസിസ് മെത്രാപ്പോലിത്ത മലങ്കരയിലെ പള്ളികൾ, ഏകദേശം 60-ൽ പരം പള്ളികളിൽ അദ്ദേഹം റെയ്ഡ് നടത്തി
ഉണ്ടായിരുന്ന മുഴുവൻ രേഖകളും കത്തിച്ചെന്നാണ് പറയുന്നത്. ഒരു ദാക്ഷിണ്യവുമില്ലാതെ, ഒരു മയവുമില്ലാതെ അദ്ദേഹം സുറിയാനിക്കാരെ കൈകാര്യം ചെയ്തു. മര്യാദയ്ക്ക് റോമൻ മുഖത്തിന്റെ കീഴിൽ വന്നോളും. അന്ന് കേരളം മൊത്തം തന്നെ ഈ ഇതിന്റെ കീഴിലേക്ക് പോയി. ഈ മെൻസിസ് വന്നിട്ട് കേരളത്തിലെ സഭ അടിച്ചമർത്തിയപ്പോ അകത്ത് അത് അംഗീകരിക്കാത്ത ഒത്തിരി പേരുണ്ട്. അവര് വേറൊരു രക്ഷാമാർഗം വരുന്നത് കാത്തിരുന്നു. അപ്പൊ കേരളത്തിലേക്ക് വരുന്ന സകല മെത്രാന്മാരുടെയും വരവിനെ പറങ്കികള് സമർത്ഥമായി തടഞ്ഞുകൊണ്ടിരുന്നു. അവരുടെയൊക്കെ കണ്ണു വെട്ടിച്ചിട്ട് ഏറ്റവും അവസാനം ഇങ്ങ് എത്തിപ്പെട്ട ആളാണ്, മൈലാപ്പൂര് വരെ എത്തിപ്പെട്ട ആളാണ് നമ്മുടെ അകത്തുള്ള ബാവ. ഈ അകത്തുള്ള ബാവയാണ് കൊച്ചി കായലിൽ കെട്ടിത്താഴ്ത്തി. ഈ ന്യൂസ് കൂടെ അറിഞ്ഞപ്പോ ഈ അടിച്ചമർത്തപ്പെട്ടിരുന്ന സുറിയാനിക്കാരുടെ ആവേശം അണപൊട്ടി ഒഴുകി. വലിയ വൈകാരിക തീവ്രതയോടെ സുറിയാനിക്കാർ ഈ ഗവൺമെന്റിന്റെ ഭീഷണിയെ, ഈ പറങ്കികളുടെ ഭീഷണിയെ, ഈ കത്തോലിക്കരുടെ ഭീഷണി ഒന്നും ഭയപ്പെടാതെ വകവെക്കാതെ 25,000-ഓളം ക്രിസ്ത്യാനികൾ ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാരുടെ നേതൃത്വത്തിൽ, ഇദ്ദേഹം ഒരു ജ്ഞാനായ പുരോഹിതനായിരുന്നു, ആഞ്ഞിലിമൂട്ടിൽ ഇട്ടിത്തൊമ്മൻ കത്തനാർ, ക്രിസ്ത്യാനികൾ എന്ന് പേര് വിളിക്കപ്പെട്ട നഗരത്തിൽ നിന്ന് വന്നവരാണ് ഞങ്ങളെന്ന് എല്ലാ കാലത്തും അഭിമാനത്തോടെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ നടന്ന പൂരംകുരിശ് സത്യം അന്ത്യോക്യൻ സിംഹാസനത്തോട് കൂറു പ്രഖ്യാപിക്കാനുള്ള ഒരു സത്യമായി. സുപ്രീം കോടതിയുടെ ഫൈൻഡിങ്സിനകത്ത് അതുണ്ട് കേട്ടോ. 2017 ജൂലൈ 3 സുപ്രീം കോടതി വിധിയുടെ 5ാമത്തെ പേജ് എടുത്ത് 5ാമത്തെ ക്ലോസ് നോക്കിയാൽ സുപ്രീം കോടതി പറഞ്ഞിട്ട് ഈ പൂരംകുരിശ് സത്യം അന്ത്യോക്യ സിംഹാസനത്തോട് കൂറു പ്രഖ്യാപിക്കാൻ. മലങ്കരയിലെ സഭയുടെ പ്രതിസന്ധി പറങ്കികളുടെ അധികാരനുഖത്തിന്റെ കീഴിൽ പിന്നെ ഡച്ചുകാർ വന്നു. അപ്പൊ പറങ്കികളുടെയും ഡച്ചുകാരുടെയും അങ്ങനെയുള്ള വൈദേശിക ശക്തികളുടെ അടിമത്തത്തിൽ എരിഞ്ഞ വരുമ്പോൾ സത്യവിശ്വാസത്തിന്റെ അമൃത കുളിർ ജലധാരയുമായിട്ടാണ് ഈ ബാവ എത്തുന്നത്. എന്തുകൊണ്ട് മലങ്കരയിലെ സഭയിലുള്ളവർക്ക് ഈ കത്തോലിക്ക വിശ്വാസത്തിൽ നിൽക്കാൻ പറ്റില്ലായിരുന്നു? എന്തെങ്കിലും പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ മതിയായിരുന്നെങ്കിൽ, എന്തെങ്കിലും ചൊല്ലിയാൽ മതിയായിരുന്നെങ്കിൽ. യേശുക്രിസ്തുവിനെ തന്നെയല്ലേ അവരും ഉയർത്തുന്നത്, ഈ ട്രിനിറ്റേറിയൻ ബോർഡിനെ തന്നെയല്ലേ അവരും വർഷിപ്പ് ചെയ്യുന്നത്. പക്ഷെ അത് പോരാ എന്ന് അന്നത്തെ ആളുകൾ എത്തിരി ചിന്തിച്ചു. ഇന്നത്തെക്കാൾ ഏറെ ദൈവശാസ്ത്രപരമായും ഉപദേശത്തെക്കുറിച്ചും, അതായത് ഡോക്ട്രിനൽ കൺവിക്ഷൻ ഉണ്ടായിരുന്നു, തിയോളജിക്കൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടായിരുന്നു 500 വർഷം മുമ്പുണ്ടായിരുന്ന മലങ്കരയിലെ വിശ്വാസികൾ. ഞാൻ അവർക്ക് അത്ഭുതപ്പെടും. എന്നെ അമ്പരപ്പിച്ച ഒരു വിഷയമാണ്. ഇന്നത്തെ ഒരു ശരാശരി അൽബാനോട് ചോദിച്ചത് അറിയത്തില്ല. ഏകസ്വഭാവവാദം എന്താണ്, ഇരുസ്വഭാവവാദം എന്താണ്, ദൈവമാതാവാണെന്ന് പറയുന്നത് എന്താണ്, നെസ്തോറിനിസം എന്താണ്, ഇതറിയില്ല. അപ്പൊ മലങ്കരയിലെ നമ്മൾ ചിന്തിക്കും അന്ന് അവർക്ക് ബൈബിൾ സ്വന്തമായിട്ടില്ല. ബൈബിൾ വരുമ്പോഴെല്ലാം വന്നല്ലോ. ബൈബിൾ ഇല്ലായിരുന്നു, അധികം പഠിപ്പില്ലായിരുന്നു, വിദ്യാഭ്യാസമില്ലായിരുന്നു. പക്ഷെ സത്യവിശ്വാസത്തെ കുറിച്ച് കൃത്യമായ ബോധ്യമുണ്ടായിരുന്നു. ഞങ്ങൾ നിങ്ങളെ സ്വീകരിക്കില്ല. എവിടുന്ന് കിട്ടിയ അവർക്ക് അറിവ്, എവിടുന്ന് കിട്ടിയ ആർജവം? അത് മലങ്കരയിൽ വന്ന് കബറടങ്ങിയിട്ടുള്ള വിശുദ്ധന്മാരുടെ തിരുശേഷിപ്പുകളിൽ നിന്ന് പ്രസരിച്ച ശക്തി, ആധ്യാത്മിക പ്രഭ, അവരുടെ പ്രാർത്ഥനകൾ ഇവർക്കൊരു ദിശാബോധം കൊടുത്താൽ അല്ലാതെ മറ്റൊരു എക്സ്പ്ലനേഷനും എനിക്കില്ല. ഞാനതാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ എങ്ങനെയാണ് 500 വർഷം മുമ്പ് ഈ പറങ്കിമതം രാജാവിന്റെ അപ്രൂവലും സൈന്യത്തിന്റെ ശക്തിയും പണത്തിന്റെ കിലുക്കവും എല്ലാം ഉണ്ട്. അവർക്ക് പണമുണ്ട്, പണത്തിന് പണം, സൈന്യത്തിന് സൈന്യം, ശക്തിക്ക് ശക്തി, സൗന്ദര്യത്തിന് സൗന്ദര്യം. പക്ഷെ 500 വർഷം മുമ്പുണ്ടായിരുന്ന യാക്കോബായക്കാരന്റെ ബോധ്യം ഇന്നത്തെ യാക്കോബായക്കാരനില്ല. കൊല്ലപ്പെടാനുള്ള സാധ്യത 98% ആയിരിക്കുമ്പോഴാണ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയോസ് ബാവ കേരളത്തിൽ വരുന്നത്. അപ്പൊ കേരളത്തിൽ വന്നു കഴിഞ്ഞ് കേരളത്തിലോട്ട് കടക്കാൻ പറ്റില്ല. കാരണം പോർച്ചുഗീസുകാരുടെ വലിയ സാന്നിധ്യവും സ്വാധീനവും നിലനിൽക്കുകയാണ്. അദ്ദേഹം കോയമ്പത്തൂർ എന്ത് ചെയ്യാണ്, താമസിക്കുകയാണ് വേഷപ്രച്ഛന്നനായിട്ട്, ഒരു അറബി അധ്യാപകന്റെ വേഷത്തിൽ. അവിടെയുള്ള ആളുകളെയൊക്കെ അറബി പഠിപ്പിച്ചും ട്യൂഷൻ കൊടുത്തും ഒക്കെ പുള്ളി അവിടെ നിൽക്കുകയാണ്. അപ്പൊ ആ കാലഘട്ടത്തിലാണ് കേരളത്തിൽ ഡച്ചുകാർ വരുന്നത്. പോർച്ചുഗീസുകാരുടെ ശത്രുക്കളാണ് ഡച്ചുകാര്. കാരണം ഡച്ചുകാര് പ്രൊട്ടസ്റ്റന്റുകാരാണ്, പോർച്ചുഗീസുകാര് കത്തോലിക്കരാണ്. അങ്ങനെ ഡച്ചുകാര് വന്നിട്ട് ഡച്ചുകാരും പോർച്ചുഗീസുകാരുടെ പല യുദ്ധങ്ങൾ, അതൊക്കെ നിങ്ങൾ സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്, കേരളത്തിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങളെ പറ്റി. അപ്പൊ അങ്ങനെ ഡച്ചുകാർക്ക് ചില സ്വാധീനങ്ങൾ വന്നപ്പോൾ, പോർച്ചുഗീസ് സ്വാധീനത്തിന് മങ്ങലേറ്റപ്പോൾ സുറിയാനി ക്രിസ്ത്യാനികൾക്ക് ഇതിനിടയിലൂടെ ശ്വാസം വിടാൻ ഒരു സാവകാശം കിട്ടി. ആ ഗ്യാപ്പിലാണ് കോട്ടയത്തിൽ നിന്ന് 2 കച്ചവടക്കാര് കോയമ്പത്തൂർ ചെന്നപ്പോൾ ഇങ്ങനെ ഈ തിരുമേനിയെ കാണുന്നതും
കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കി സംസാരിച്ചു. കേരളത്തിലെ സ്ഥിതിഗതികൾ ശാന്തമാകുന്നു എന്ന കാര്യങ്ങൾ തിരുമേനിയെ ധരിപ്പിച്ചു. അങ്ങനെയാണ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് കേരളത്തിൽ വരുന്നത്. ഇന്ന് വടക്കമ്പറമ്പൂര് കബറടങ്ങിയിരിക്കുന്ന പരിശുദ്ധനായ പിതാവാണ് അബ്ദുൽ ജലീൽ ഗ്രിഗോറിയസ് പിതാവ്. അദ്ദേഹം അന്ന് കൊണ്ടുവന്ന സ്ലീവായ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കുരിശിന്റെ ഒരു കഷണം ആ സ്ലീവായ്ക്കകത്ത് അടക്കം ചെയ്തു. പറങ്കി മതത്തിന്റെ മുഖത്തിന്റെ കീഴിൽ ഞെരിഞ്ഞമർന്നു പോകേണ്ട മലങ്കര സഭയെ അബ്ദുൽ ജലീൽ ബാവ വന്ന് പുനരുജ്ജീവിപ്പിച്ചു, ശക്തിപ്പെടുത്തി. അന്ന് അബ്ദുൽ ജലീൽ ബാവ ഇവിടെ വന്ന് മലങ്കര സഭയിൽ സുറിയാനി ആരാധനാ ക്രമം കൊണ്ടുവന്നപ്പോൾ മലങ്കരയിലെ മക്കൾ സർവാത്മന അത് സ്വീകരിച്ചു. കാരണം അവർക്ക് മനസ്സിലായി അതാണ് സത്യവിശ്വാസമെന്ന്. നിങ്ങൾക്കറിയാം, പിന്നീട് 19-ാം നൂറ്റാണ്ടിലേക്ക് വരുമ്പോ ഈ സഭയിൽ പിന്നെയും ഭിന്നതകൾ ഉണ്ടാകുകയാണ്. ആ ഭിന്നതകൾ ഉണ്ടാകുന്ന എബ്രഹാം മൽപ്പാന്റെ കാലത്താണ്. അത് നിങ്ങൾക്കറിയാം ചരിത്രമൊക്കെ. എബ്രഹാം മൽപ്പാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹമാണ് ഈ മാർത്തോമാ സഭ എന്ന് പറയുന്ന ആ സെക്റ്റിന്റെ സ്ഥാപക പിതാവായിട്ട് അറിയപ്പെടുന്നു. എബ്രഹാം മൽപ്പാൻ എന്ന് പറയുന്ന ഒരു അച്ഛൻ ഈ സുറിയാനി സഭയിലുണ്ടായിരുന്ന അദ്ദേഹം ബ്രിട്ടീഷുകാരുമായി ചങ്ങാത്തത്തിലായി. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ സായിപ്പ് ഈ സുറിയാനി സഭയുടെ ആരാധനാ രീതികളും വിശ്വാസ സമ്പ്രദായങ്ങളും ഒക്കെ കണ്ടപ്പോൾ സായിപ്പിന് വെസ്റ്റേൺ രീതിയിൽ അതത്ര പിടിച്ചില്ല. സായിപ്പ് പറഞ്ഞ് നിങ്ങളൊക്കെ അന്ധവിശ്വാസികളാണ്, ഇതൊക്കെ അനാചാരങ്ങളാണ്, ഇതൊന്നും ശരിയല്ല. അപ്പൊ പ്രൊട്ടസ്റ്റന്റ് വിശ്വാസമാണ് ശരി. അപ്പൊ എബ്രഹാം മൽപ്പാനും തോന്നി ശരിയാണല്ലോ, സായിപ്പ് പറയുന്നത് ശരിയാണല്ലോ, അങ്ങനെ സായിപ്പിന്റെ കൂടെ കൂടണം എന്നൊരു അദമ്യമായ ആഗ്രഹം വരികയാണ്. അങ്ങനെ ഇരിക്കുമ്പോ ഈ എബ്രഹാം മൽപ്പാന്റെ മരുമകൻ ഈ പാത്രീർക്കീസ് ബാവയെ കാണാൻ വേണ്ടി, അദ്ദേഹം ഒരു MA വരെ പഠിച്ച അല്പം ഇംഗ്ലീഷ് വിദ്യാഭ്യാസമൊക്കെ കിട്ടിയ ആളാണ്. ഇയാള് പാത്രീർക്കീസ് ബാവയെ കാണാൻ വേണ്ടി പോയി. പാത്രീർക്കീസ് ബാവയുടെ അവിടെ ചെന്നപ്പോ അദ്ദേഹം പറഞ്ഞു താനൊരു അച്ഛനാണെന്ന്. അതൊരു നുണയായിരുന്നു. അദ്ദേഹത്തിന് ഒരിക്കലും പട്ടം കിട്ടിയിട്ടില്ല. നിങ്ങൾ ലിസൺ ചെയ്യണം. ഇവിടെ അച്ഛൻ പട്ടം കിട്ടാത്ത അവിടെ ചെന്നച്ച് അച്ഛനാണ് എന്ന് പറഞ്ഞ് അവിടുന്ന് ഒരു മെത്രാൻ പട്ടം മേടിച്ച് തിരിച്ചു. അഞ്ജനിയുടെ മൂർത്തിമത് ഭാവമാണത്. വലിയൊരു ചതി. അപ്പൊ അവിടുന്ന് എല്ലാ പട്ടവും കിട്ടിയെന്നാണ് കേരളത്തിലുള്ളവർ വിചാരിക്കുന്നത്. ഇതാണ് ഈ മാത്യൂസ് മാർ അത്താനാസിയോസ് എന്ന് പറയുന്ന മാർത്തോമ സഭയുടെ സ്ഥാപകൻ എന്നൊക്കെ പറയുന്ന ആദ്യത്തെ മാർത്തോമ മെത്രാപ്പോലിത്ത. ആദ്യത്തെ മാർത്തോമ മെത്രാപ്പോലിത്ത മെത്രാസ്ഥാനമാണ് അവിടെ പോയി വാങ്ങിയത്. അല്ലെ പാത്രീർക്കീസിന്റെ കശീശ പട്ടം ഒന്നും ക്രമമായിട്ട് മേടിച്ച ആളല്ല. അതുകൊണ്ട് അവരുടെ പൗരോഹിത്യം ശരിയല്ല, അതൊരു വഞ്ചനയുടെ ഫലമായിട്ട് വാങ്ങിയെടുത്താണ്. അദ്ദേഹം ഇവിടെ വന്നു കഴിഞ്ഞ് വിഭാഗീയ പ്രവർത്തനം, ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴേക്കും അമ്മാച്ചന്റെ കൂടെ കൂടി, എബ്രഹാം മൽപ്പാന്റെ കൂടെ കൂടി വിധ്വംസക പ്രവർത്തനങ്ങളും വിഭാഗീയ പ്രവർത്തനങ്ങളും പാത്രീർക്കീസിന് എതിരായിട്ടുള്ള കലഹക്കുടികളും കലഹങ്ങളും ഒക്കെ ആരംഭിക്കുക. അപ്പൊ നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ ഭാവനയിൽ കാണണം. അപ്പൊ ഇവിടെ അന്ന് ഭരിക്കുന്നത് ബ്രിട്ടീഷുകാരാണ്. ബ്രിട്ടീഷുകാരുടെ ഭരണമാണ്. റോയൽ കോടതികളാണ് എല്ലായിടത്തും ഉള്ളത്. ബ്രിട്ടീഷുകാരുടെ ഭരണത്തിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി, അതുപോലെ സായിപ്പുമാരുടെ സ്വാധീനം, ഇത് മുഴുവൻ ആർക്ക് അനുകൂലമാണ്? കാരണം ആംഗ്ലിക്കൻ വിശ്വാസത്തെ പുൽകിക്കൊണ്ട് നിൽക്കുന്ന എബ്രഹാം മൽപ്പാനും മാത്യൂസ് മാർ അത്തനേഷ്യസിനും അനുകൂലമായി ഇംഗ്ലീഷ് ഭരണാധികാരികൾ തിരിയുമെന്നുള്ളത് സ്വാഭാവികമാണ്. അങ്ങനെ മലങ്കരയിലെ പള്ളികളും ഭരണവും മുഴുവൻ മാത്യൂസ് മാർ അത്തനേഷ്യസിന്റെ കൈപ്പിടിയിൽ ഒതുങ്ങി. ഈ ഒരു കാലഘട്ടത്തിൽ സത്യവിശ്വാസികളായിരിക്കുന്നവർക്ക് മലങ്കരയിൽ വലിയ ദുഃഖമുണ്ടായി. ആ സമയത്ത് കേരളത്തിൽ നിന്ന് പുലിക്കോട്ടിൽ ജീവന്നാസിയോസ്, എടവഴിക്കൽ ഫിലിപ്പോസ് അച്ഛൻ, എടവഴിക്കൽ കുടുംബം എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിങ്ങവന പ്രദേശത്തുള്ള ഒരു ക്നാനായ കുടുംബമാണ്. പുലിക്കോട്ടിലെ ജീവന്നാസിയോസ് തിരുമേനിയും ഇടവഴിക്കലെ അച്ഛനും പത്രോസ് മൂന്നാമൻ പാത്രീർക്കീസ് ബാവയ്ക്ക് കത്തയച്ചു. അപ്പൊ പത്രോസ് തൃതീയൻ പാത്രീർക്കീസ് ബാവയ്ക്ക് കത്ത് കിട്ടും. അദ്ദേഹം വളരെ വാർദ്ധക്യത്തിൽ 75 വയസ്സുള്ള ഈ ബാവ തുർക്കിയിൽ ഈ കത്ത് കിട്ടുകയാണ് ഇവരുടെ രണ്ടുപേരുടെ. അപ്പൊ ഇവരുടെ രണ്ടിനെ കത്ത് കിട്ടി. മലങ്കരയിലെ സ്ഥിതികളെ പറ്റി ഇന്നത്തെ പോലെ വാട്സാപ്പ് അടിച്ചു നോക്കാനൊന്നും പറ്റത്തില്ല. അപ്പൊ അദ്ദേഹം അന്വേഷിച്ചു. മലങ്കരയിലെ സ്ഥിതി അതിഗുരുതരമാണ് എന്നും താൻ മലങ്കരയിൽ വന്ന് സഹായിക്കണമെന്നാണ്. അപ്പൊ അങ്ങനെ മലങ്കര ഈ ആംഗ്ലിക്കൻ ദൈവശാസ്ത്രത്തിന്റെയും ആംഗ്ലിക്കൻ ആരാധനയുടെയും ആരാധനാക്രമത്തിന്റെയും ഒക്കെ ഇരുമ്പ് നുഖത്തിന്റെ കീഴിൽ മലങ്കര അമരുകയാണ്. ഈ സഭ അന്ത്യോക്യ സിംഹാസനത്തിന്റെ
ഇടയ ശുശ്രൂഷയും കീഴാണ്. അതിനാണ് കത്ത് അങ്ങോട്ട് അയച്ചത്. പത്രോസ് പാത്രീർക്കീസ് ബാവ ചിന്തിച്ചു കഴിഞ്ഞപ്പോൾ താൻ മലങ്കരയിൽ വന്നിട്ട് വിശേഷിച്ച് ഒന്നും ചെയ്യാനില്ല. കാരണം അവിടുന്ന് ഒരു ബാവ വന്നു പറഞ്ഞാൽ ഇവിടെ മുഴുവൻ ബ്രിട്ടീഷ് ഭരണമാണ്. ബ്രിട്ടീഷ് ഭരണകൂടത്തിന്റെ സഹായത്തോടെയും ഒത്താശയോടെയും അനുമതിയോടെയും ആശീർവാദത്തോടും കൂടിയാണ് ഇവിടെ മാത്യൂസ് അത്തനേഷ്യസ് അഴിഞ്ഞാടുന്നത്. മലങ്കര സഭയുടെ പള്ളികൾ മുഴുവൻ പിടിച്ചെടുത്തിരിക്കുന്നു, മുഴുവൻ അവരുടെ സ്വാധീനത്തിൽ പോകുന്നു. അപ്പോ പരിശുദ്ധനായ പത്രോസ് പാത്രീർക്കീസ് ബാവ തീരുമാനിച്ചു, മലങ്കരയിലെ പ്രശ്നം പരിഹരിക്കണമെങ്കിൽ ബ്രിട്ടീഷ് സർക്കാരിന്റെ സഹായം വേണം, അല്ല പറ്റില്ല. അങ്ങനെ പത്രോസ് പാത്രീർക്കീസ് ബാവ സുറിയാനി സഭയുടെ പാത്രീർക്കീസായ ജെറുസലേമിന്റെ പാത്രീർക്കീസുമായിട്ട്, ജെറുസലേമിന്റെ പാത്രീർക്കീസ് എപ്പോഴും ഗ്രിഗോറിയസ് ആണ്, ഈ ഗ്രിഗോറിയസ് പാത്രീർക്കീസുമായിട്ട് ചേർന്ന് ഇംഗ്ലണ്ടിന് പോകാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവര് രണ്ടുപേരും കൂടെ ഇംഗ്ലണ്ടിന് പോയി. ഇംഗ്ലണ്ടിൽ ചെന്ന് അത് വളരെ ടേഡിയസ് ആയിട്ടുള്ള വളരെ കഠിനമായ യാത്രയാണ്. ഇന്നത്തെ പോലെ അങ്ങനെ ഫ്ലൈറ്റ് കയറി പെട്ടെന്ന് അങ്ങനെയൊന്നും ചെല്ലാൻ പറ്റത്തില്ല. വളരെ ദീർഘമായ വളരെ പ്രയാസപ്പെട്ടുള്ള യാത്രകളാണ്. അന്ന് അവര് ഇംഗ്ലണ്ടിലേക്ക് അവർ രണ്ടും പോവാണ്. കാരണം ബ്രിട്ടീഷ് ഭരണാധികാരികളുടെ ഹെൽപ്പ് കിട്ടാതെ ഇവിടെ നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. അവര് പോകുന്ന 1874 1874 ഓഗസ്റ്റിലാണ്. നിങ്ങൾ അവരുടെ ആ കഷ്ടത മനസ്സിലാക്കാനാണ് ഞാൻ ആ ഡേറ്റ് പറഞ്ഞത്. 1874 ഓഗസ്റ്റില് അവർ ഇംഗ്ലണ്ടിൽ പോയി. ബ്രിട്ടീഷ് ഒഫീഷ്യൽസിനെ കണ്ടു, കാര്യങ്ങൾ ധരിപ്പിച്ചു. അവർ മുഖം തിരിച്ചു. അവർ പറഞ്ഞു, വി ആർ ഹെൽപ്ലെസ്. കാരണം ഞങ്ങൾക്ക് മാത്യൂസ് അത്തനേഷ്യസിനെ സംരക്ഷിക്കാൻ പറ്റത്തുള്ളൂ. കാരണം അദ്ദേഹമാണ് ആംഗ്ലിക്കൻ സഭയുടെ വിശ്വാസമൊക്കെ അവിടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. അപ്പൊ ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെയോ ബ്രിട്ടീഷ് ഒഫീഷ്യൽസിന്റെയോ ഹെൽപ്പ് നിങ്ങൾക്ക് കിട്ടില്ല. അങ്ങനെ പത്രോസ് ബാവ നിരാശപ്പെടാതെ രാജ്ഞിയെ കാണാൻ ശ്രമിച്ചു. അന്ന് വിക്ടോറിയ രാജ്ഞിയാണ് സിംഹാസനത്തിലുള്ളത്. മനസ്സിലായി. അദ്ദേഹം ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് അദ്ദേഹം ഓഗസ്റ്റ് മാസത്തിൽ ചെന്നിട്ട് അദ്ദേഹം 5 മാസം അവിടെ കാത്തിരുന്നിട്ട് അവിടുത്തെ അധികാരികളെല്ലാം ഈ കാര്യങ്ങൾ തിരക്കി അദ്ദേഹത്തെ പരീക്ഷിക്കുകയാണ്. ഒരു കാരണവശാലും അവർ ഹെൽപ്പ് ചെയ്യത്തില്ല. കാരണം ആംഗ്ലിക്കൻ സഭയുടെ ഹിതമാണ് ഇവിടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. വിക്ടോറിയ രാജ്ഞിയെ കാണാൻ അവർ സമ്മതിക്കുന്നില്ല. അതുകൊണ്ട് 5 മാസം അവിടെ താമസിക്കേണ്ടി വന്നു. നിങ്ങളൊന്ന് ഓർത്തു നോക്കണം. ഒരു പാത്രീർക്കീസാണ്. തന്റെ സ്ഥലത്ത് ഉള്ള പ്രശ്നങ്ങളെ പറ്റിയൊക്കെ ഞാൻ വിവരിച്ചു. അത്രമാത്രം പ്രശ്നങ്ങൾ നടക്കുന്ന ആ സ്ഥലത്ത് നിന്ന് താൻ പുറപ്പെട്ട് 5 മാസം ഇംഗ്ലണ്ടിൽ താമസിക്കുകയാണ്. അത് സുഖസൗകര്യങ്ങളുടെ നടുവിലൊന്നുമല്ല. ഈ രാജ്ഞിയെ കാണാനുള്ള അനുവാദം അവർ കൊടുക്കുന്നില്ല. രാജ്ഞി അന്ന് കടുത്ത ഡിപ്രഷനില്ല. രാജ്ഞിയുടെ ഭർത്താവ് കിങ് എഡ്വേർഡ് മരിച്ചു. 3 വർഷം രാജ്ഞി ആരോടും മിണ്ടിയില്ല. അപ്പൊ ആ കാര്യത്തിൽ റിപ്പബ്ലിക്കൻസ് ഒക്കെ അവിടെ ശക്തിപ്പെടുകയും രാജഭരണം തന്നെ അട്ടിമറിക്കപ്പെടുവോ എന്ന് ആളുകൾ ഭയപ്പെടുകയൊക്കെ ചെയ്തു. ആ സമയത്താണ് ഈ പാത്രീർക്കീസ് ബാവ ചെല്ലുന്നത്. പാത്രീർക്കീസ് ബാവയെ കാണാനൊന്നും രാജ്ഞിക്ക് താല്പര്യമില്ല. ഏറ്റവും അവസാനമാണ് 5 മാസം കഴിഞ്ഞപ്പോൾ പാത്രീർക്കീസ് ബാവയ്ക്ക് സന്ദർശന അനുമതി കിട്ടും. പാത്രീർക്കീസ് ബാവയെ കണ്ടപ്പോൾ രാജ്ഞി തന്നെ എഴുതുന്നത്, ബൈബിളിലെ കഥാപാത്രങ്ങളിൽ ഒരാൾ എന്റെ മുമ്പിൽ നിൽക്കുന്ന പോലെ എനിക്ക് തോന്നി. ഏതായാലും തേജസ്വിയായ സ്വാത്വികനായ ബാവയുടെ സാന്നിധ്യം, സമീപനം, ആ സംസാരമൊക്കെ രാജ്ഞിയെ വല്ലാതെ ആശ്വസിപ്പിച്ചു. വാങ്ങിപ്പോയവരെ സംബന്ധിക്കുന്ന സുറിയാനി സഭയുടെ വിശ്വാസങ്ങളെ സംബന്ധിച്ചും ഒക്കെ രാജ്ഞിയോട് ബാവ സംസാരിച്ചു. രാജ്ഞിയുടെ വാങ്ങിപ്പോയ ഭർത്താവ് എഡ്വേർഡിന് വേണ്ടി വാങ്ങിപ്പോയവരുടെ പ്രാർത്ഥനകൾ അർപ്പിച്ചു. രാജ്ഞിക്ക് വലിയ റിലീഫ് ഉണ്ടായി, വലിയ സന്തോഷമുണ്ടായി. അതുകൊണ്ടാണ് ഒരു സന്ദർശനം കൂടെ ആ ദിവസം ബാവയെ ആദരിക്കുകയൊക്കെ ചെയ്തു. അപ്പം രാജ്ഞി ചോദിച്ചു, നിങ്ങളുടെ ആഗമന ഉദ്ദേശം എന്താണ്, നിങ്ങൾക്ക് എന്താണ് വേണ്ടത്? അപ്പൊ ബാവ പറഞ്ഞു, എന്റെ ജനം അവിടെ ഇന്ത്യയിൽ കഷ്ടപ്പെടുന്നുണ്ട്. അവിടെ ഒരു രാജവിളംബരം അവരുടെ മേലൊരു നുഖമായിരിക്കുന്നു. ആ വിളംബരം ക്യാൻസൽ ചെയ്യാൻ ദയവുണ്ടാകണം. അങ്ങനെ വിക്ടോറിയ രാജ്ഞിയാണ് ഈ വിളംബരം ക്യാൻസൽ ചെയ്തുകൊണ്ടുള്ള കൽപ്പനയും പാത്രീർക്കീസിന് വേണ്ട സഹായവും സൗകര്യങ്ങളും ചെയ്തു കൊടുക്കണമെന്ന് മറ്റൊരു കൽപ്പനയും 2 കൽപ്പന കൊടുത്ത് പാത്രീർക്കീസ് ബാവ വിടുന്നു. ഈ 2 കൽപ്പനകളുമായിട്ട് പാത്രീർക്കീസ് ബാവ കേരളത്തിൽ എത്തുമ്പോൾ മാത്യൂസ് അത്തനേഷ്യസിന്റെ മലങ്കരയിലെ സത്യവിശ്വാസികളെ ഞെരിച്ചമർത്തിക്കൊണ്ട് കുതിച്ചു പാഞ്ഞിരുന്ന ഇരുമ്പ് രഥം അവിടെ നിന്നു പിടിച്ചു കിട്ടുകയാണ്. ബ്രിട്ടീഷ് അധികാരികൾക്ക് രാജ്ഞിയുടെ കൽപ്പനയെ ധിക്കരിക്കാൻ പറ്റിയില്ല. അത്തനേഷ്യസിന് കിട്ടിയ രാജവിളംബരം റദ്ദായി. പാത്രീർക്കീസ് ബാവയ്ക്ക് എല്ലാ ഒത്താശകളും ഗവൺമെന്റ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെയാണ് മുളന്തുരുത്തി സുന്നഹദോസ് വിളിച്ചു കൂട്ടുന്നത്. ആ സുന്നഹദോസിലാണ് പരിമല തിരുമേനി സെക്രട്ടറി ആയിട്ടൊക്കെ ഇരുന്നത്.
മുളന്തുരുത്തി സുന്നോദോസ് വിളിച്ചുകൂട്ടിയിട്ടാണ് മലങ്കര 6 ഭദ്രാസനങ്ങളായിട്ട് തിരിക്കുകയും മലങ്കരയിലേക്ക് പള്ളികൾക്ക് വിവാഹ രജിസ്റ്റർ, മരണ രജിസ്റ്റർ ഇതൊക്കെ ഉണ്ടാക്കുകയും മലങ്കര അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ക്രമീകരണം ഉണ്ടാക്കുകയും മലങ്കര അസോസിയേഷൻ വിളിച്ചുകൂട്ടണമെന്ന് പറയുകയും മലങ്കര അസോസിയേഷനിൽ ജനങ്ങൾക്ക് പ്രാതിനിധ്യം ഉണ്ടായിരിക്കും നിഷ്കർഷിക്കുക, അങ്ങനെ മലങ്കരയിൽ ആദ്യമായി ജനാധിപത്യ ഭരണം കൊണ്ടുവരികയും ചെയ്ത ആ പാത്രികീസ്. അപ്പൊ ഇത് കോർപ്പറേറ്റുകളുടെയും ഭൂമാഫിയകളുടെയും പൗരോത്യ ദുഷ്പ്രഭുത്വത്തിന്റെയും ഒക്കെ ഒരു മുഖം മലങ്കര മക്കളുടെ സ്വാതന്ത്ര്യത്തെ ഹനിക്കുകയും അപഹരിക്കുകയും ചെയ്യുന്ന ഒരു കാലഘട്ടത്തിൽ പരിശുദ്ധനായ പത്രോസ് പാത്രികീസ് ബാവ ഊടും പാവും നെയ്ത് രൂപവും ഭാവവും നൽകി ഈ മലങ്കര സഭയുടെ പിതാവെന്ന് വിളിക്കപ്പെടുവാൻ സർവ്വതാ യോഗ്യൻ അദ്ദേഹമാണ്. കാരണം ഏറെക്കുറെ പൂർണ്ണമായും ഈ പ്രാപ്പിടിയന്റെ കയ്യിൽ അകപ്പെട്ട കോഴിക്കുഞ്ഞിനെ ഒരു തള്ളക്കോഴി പ്രാണൻ പണയം വെച്ച് തിരിച്ചു പറിച്ചെടുക്കുന്നത് പോലെ മലങ്കര സഭയെ ആംഗലേയ കരാളഹസ്തങ്ങളിൽ നിന്ന് തിരിച്ചു പറിച്ചെടുത്ത പത്രോസ് പാത്രികീസ് ബാവയാണ് മലങ്കര സഭയുടെ പിതാവ് എന്ന് വിളിക്കപ്പെടാൻ സർവ്വതാ യോഗ്യൻ. ആ പൈതൃകമാണ് യഥാർത്ഥ പൈതൃകം. അന്ത്യോക്യൻ സുറിയാനി സഭ എന്ന് പറഞ്ഞാൽ ഏറ്റവും പൗരാണികമായ, ഏറ്റവും കൃത്യമായ ദൈവശാസ്ത്രത്തെ ഹോൾഡ് ചെയ്യുന്ന സഭയാണ്, അല്ലെങ്കിൽ കർത്താവിന്റെ സ്വന്തം സഭയാണ്. ആ സഭയോട് മാത്രമാണ് പാതാള ഗോപുരങ്ങൾക്ക് യുദ്ധമുള്ളത്. നിങ്ങൾക്കറിയാം, ഈ 1912 കഴിഞ്ഞിട്ട് ഉണ്ടായ സൈഫോ എന്ന് പറഞ്ഞാൽ വാളെന്ന് കേട്ടോ, സൈഫുദ്ദീൻ എന്നൊക്കെയുള്ള പേര് നിങ്ങൾ കേട്ടില്ല മുസ്ലിങ്ങൾ. സൈഫോ എന്ന് പറഞ്ഞാൽ വാള, അറബിയ. അപ്പൊ അവിടെ 12 ലക്ഷം പേരാണ് കൊല്ലപ്പെട്ടത്. 12 ലക്ഷം കൊല്ലപ്പെടുന്ന ആ ജനോസൈഡ്, സിറിയൻസ് ആൻഡ് അർമീനിയൻസ് വേർ കിൽഡ്. ഇപ്പൊ സുറിയാനി സഭയുടെ അർമീനിയൻ സഭയുടെ ആളുകൾ മുഴുവൻ കൊല്ലപ്പെടുകയാണ്. കൂടുതൽ അർമീനിയൻസാണ് കൊല്ലപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ഈ കൊല്ലപ്പെടുമ്പോ അതിന് തൊട്ടു മുമ്പ് അന്ത്യോക്യൻ പാത്രികീസ് കാൻറ്റർബറി ആർച്ച് ബിഷപ്പുമായിട്ട് ബന്ധപ്പെടുന്നു, ബ്രിട്ടീഷ് ഭരണാധികാരികളുമായിട്ട്. അന്ന് ബ്രിട്ടീഷ് സൈന്യത്തിന്റെ വലിയ സാന്നിധ്യം തുർക്കിയിലുണ്ട്. ബ്രിട്ടീഷ് സൈന്യം നിർമ്മിച്ചാൽ, ബ്രിട്ടീഷ് ഗവൺമെന്റ് നിർമ്മിച്ചാൽ ഈ ജനോസൈഡ് ഒഴിവാക്കാൻ സൈന്യത്തിന്റെ ഇടപെടൽ മതി. തുർക്കിക്ക് അത്ര വലിയ കരുത്തുന്നു. നിർത്തിക്കോ, മതിയട എന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കും. അന്ന് ബ്രിട്ടീഷ് ഭരണാധികാരി they were willing to stop this, interfere and stop. അപ്പൊ അതിനകത്ത് വലിയൊരു പ്രശ്നമുണ്ട്. ഈ പത്രോസ് പാത്രികീസ് ബാവ ഇംഗ്ലണ്ടിൽ പോയി അവിടെ നിന്ന് രാജ്ഞിയുടെ നിന്ന് കൽപ്പന മേടിച്ച് ഈ മലങ്കരയിൽ ആംഗ്ലിക്കൻ വൽക്കരണത്തിന് തടയിട്ടു. അതായത് മാർത്തോമ സഭയുടെ ആവിർഭാവം, നിങ്ങൾ ഇത് മനസ്സിലാക്കണം. എത്ര വിലയാണ് യാക്കോബായക്കാരൻ കൊടുത്തത് നിങ്ങൾ കൃത്യം മനസ്സിലാക്കാനേ പറയുന്നത്. ഇത് ഞാൻ യാക്കോബായക്കാരനാണ് പറയുന്നത്, ഞാൻ ആരോടുമല്ല. കാരണം നിങ്ങൾക്കറിയില്ല നിങ്ങൾ ആരാണ്, നിങ്ങൾക്കറിയില്ല നിങ്ങളുടെ പിതാക്കന്മാർ എത്ര വില കൊടുത്തെന്ന്. കേരളത്തിലെ യാക്കോബായക്കാർക്ക് അറിയില്ല. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുക. ഈ പത്രോസ് തൃതീയ പാത്രികീസ് ബാവ ഇംഗ്ലണ്ടിൽ പോയി ആ തണുപ്പ് കാലത്ത് ഇംഗ്ലണ്ടിൽ കാത്തു കെട്ടിക്കിടന്ന് 5 മാസം വേണ്ടി വന്ന് രാജ്ഞിയായി മുഖം കാണിക്കുന്നത്. അപ്പൊ അവിടുന്ന് ആ കൽപ്പന വാങ്ങി കേരളത്തിൽ ആ കാര്യങ്ങളെല്ലാം മുമ്പ് പറഞ്ഞിട്ടുള്ള. അങ്ങനെ മലങ്കരയിലെ മുഴുവൻ ജനങ്ങളെയും പള്ളികളെയും തങ്ങളുടെ കീഴിലാക്കാനുള്ള ആ വലിയൊരു പദ്ധതിയെ അട്ടിമറിച്ചത് അന്ത്യോക്യൻ പാത്രികീസ്. അതുകൊണ്ട് കാൻറ്റർബറിക്ക് കണ്ണിലെ കരടായിരുന്നു അന്ത്യോക്യൻ പാത്രികീസ്. അവരെ എന്നും മോഹിപ്പിച്ച കനിയാണ് സുറിയാനി സഭ. അപ്പൊ ഇങ്ങനൊരു അവസരം വന്നപ്പോൾ അവരത് മുതലെടുത്തു. ഇവര് പറഞ്ഞു, കാൻറ്റർബറിയോട് ചേരാമെങ്കിൽ ബ്രിട്ടീഷ് സൈന്യം അവിടെ ഇടപെടും. നിങ്ങൾക്കറിയോ, അതായത് സുറിയാനി സഭയുടെ വിശ്വാസത്തെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും ദൈവശാസ്ത്രത്തെയും നമ്മുടെ സത്വബോധത്തെയും കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന് അടിയറ വെക്കണം, അല്ലെങ്കിൽ കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ മേധാവിത്വം അംഗീകരിക്കണം. സുറിയാനി സഭയെ ആംഗ്ലിക്കൻ സഭയുടെ തൊഴുത്തിൽ കെട്ടാമെങ്കിൽ സൈഫോ ഒഴിവാക്കാൻ ബ്രിട്ടീഷ് സൈന്യം ഇടപെടുമെന്നാ പറഞ്ഞു. ഒരു വശത്ത് 10-12 ലക്ഷം ആളുകളുടെ ജീവൻ, മറുവശത്ത് നമ്മുടെ സത്വബോധവും പൈതൃകവും വേണ്ടാന്ന് പറഞ്ഞു. നിങ്ങളുടെ സഹായം വേണ്ടാന്ന് പറഞ്ഞു. ഈ സഭയെ 1900 വർഷമായിട്ട് ദൈവത്താൽ നിലനിർത്തപ്പെട്ടു പോരുന്ന സഭയുടെ സത്വബോധത്തെയും പാരമ്പര്യത്തെയും പൈതൃകത്തെയും കാൻറ്റർബറി ആർച്ച് ബിഷപ്പിന്റെ കാൽ കീഴിൽ വെച്ചിട്ട് ഞങ്ങൾക്ക് ജീവൻ രക്ഷിക്കേണ്ടെന്ന് പറഞ്ഞു. പിന്നീട് നടന്ന നരനായാട്ടിലാണ് 12 ലക്ഷം പേർ കൊല്ലപ്പെട്ടത്. യാക്കോബായക്കാരന്റെ ഇന്നൊരു സത്വബോധമുണ്ടെങ്കിൽ അതിന് കൊടുത്ത വില ചെറുതല്ല.
നൂറ്റാണ്ടുകളിൽ കൊടുത്ത വില കൂടാതെ ഏറ്റവും ഒടുവിൽ 20-ാം നൂറ്റാണ്ടിൽ കൊടുത്തത് ഈ 12 ലക്ഷം പേരുടെ ജീവൻ. സൈഫ് ഒഴിവാക്കാമായിരുന്നു, പാത്രയ്ക്ക് സറണ്ടർ ചെയ്തിരുന്നു. 12 ലക്ഷം പേർ കൊല്ലപ്പെട്ടു. Long time we did not dare to talk about it, not because we ignored it. Not because we didn't care. But the wound was so deep, we could not talk about it. എന്നെ അതിശയിപ്പിക്കുന്ന കാര്യമാണ് ഈ നമ്മുടെ ഈ അടുത്ത കാലത്ത് നിങ്ങൾ കേട്ടാൽ ഈ ഒരു ഓറഞ്ച് ഉടുപ്പിട്ട് കുറെ പേരെ ഇങ്ങനെ മുട്ടുകുത്തി നിർത്തി കഴുത്തൊക്കെ മുറിച്ച് കൊന്നല്ലോ. അങ്ങനെ കുറെ ആളുകൾ കൊല്ലപ്പെട്ടു. കോപ്റ്റിക് സഭയിലെ, സുറിയാനി സഭയിലെ കുറെ ആളുകൾ ഈ സിറിയയില് കൊല്ലപ്പെട്ടിരുന്നു ഒരു പള്ളിയിൽ. അത് കഴിഞ്ഞ് പത്രത്തിലൊക്കെ വന്ന ഒരു വാർത്തയാണ്, ഇവര് കൊല്ലപ്പെട്ട് ഇവരെ അടക്കിയ സ്ഥലത്ത് അന്ത്യോക്യൻ പാത്രിക്കീസ് ബാവ ധൂപപ്രാർത്ഥന നടത്താൻ വേണ്ടി പോയി. ഇപ്പോഴത്തെ ഈ അപ്രേം ദ്വിതീയൻ പാത്രിക്കീസ് ബാവ. അപ്പൊ അദ്ദേഹം അവിടേക്ക് ധൂപപ്രാർത്ഥന നടത്താൻ പോകുന്ന സിറിയൻ ഭരണാധികാരികൾ മുന്നറിയിപ്പ് കൊടുത്തു, അവർക്ക് സുരക്ഷ ഗ്യാരണ്ടി ചെയ്യാൻ പറ്റത്തില്ല, വളരെ റിസ്ക് ആണ്, പോകരുതെന്ന് വാണിംഗ് കൊടുത്തു. അത് വകവെക്കാതെ ഇദ്ദേഹം അവിടെ പോയിട്ട് തിരിച്ചു വരുന്ന വഴി ആ വാഹന വ്യൂഹത്തിന് നേരെ ആക്രമണം ഉണ്ടായി, 2 പേര് കൊല്ലപ്പെടുകയും. ആ പരിക്കുകളില്ല, രക്ഷപ്പെട്ടു. ഇത് പത്രത്തിലൊക്കെ വന്ന വാർത്തയാണ്. ഞാൻ പാത്രിക്കീസുമായി കണ്ടപ്പോ ഞാൻ അദ്ദേഹത്തോട് എടുത്തു ചോദിച്ചൊരു ചോദ്യമാണ് ഈ ഒരു കാര്യം, എന്താണ് അങ്ങയെ പ്രേരിപ്പിച്ചത് അവിടെ? കാരണം ഇത്രയും റിസ്ക് ആണ്, നമുക്ക് ഇവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച പോലെ. അല്ലെങ്കിൽ അദ്ദേഹം എന്നോട് പറഞ്ഞത്, അല്ലാതെ എങ്ങനെ എനിക്ക് പറ്റും? അതാണ് അദ്ദേഹം ചോദിച്ചത്, അല്ലാതെ എങ്ങനെ എനിക്ക് പറ്റും? കാരണം അവർ രക്തസാക്ഷികളാണ്, അവിടെ പോയി ധൂപം വെക്കേണ്ട എന്റെ ചുമതലയാണ്. ഈ ഒരു തരത്തിലുള്ള പ്രശംസ കിട്ടുന്ന കാര്യമോ ഒരു പ്രതിഫലം കിട്ടുന്ന കാര്യമോ ഒന്നുമല്ല. ഇടിഞ്ഞു പൊളിഞ്ഞ് കിടക്കുന്ന ഒരു പട്ടണത്തിൽ ബോംബുകൾ കൊണ്ടും വെടിയുണ്ടകൾ കൊണ്ടും അടയാളപ്പെടുത്തലുകളുള്ള ഇടിഞ്ഞു പൊളിഞ്ഞ കെട്ടിടങ്ങൾ മാത്രമുള്ള ഒരു പട്ടണത്തിൽ കൊല്ലപ്പെട്ട ചില ആളുകളുടെ കബറിന്റെ ധൂപം വെക്കാൻ യാതൊരു തരത്തിലുള്ള മാധ്യമ ശ്രദ്ധയോ യാതൊരു തരത്തിലുള്ള സാമ്പത്തിക നേട്ടമോ ഉണ്ടാകില്ല എന്ന് മാത്രമല്ല, പൊളിഞ്ഞു കിടക്കുന്ന കെട്ടിടങ്ങളുടെ വിള്ളലുകളിലൂടെ നീണ്ടു നിൽക്കുന്ന യന്ത്രത്തോക്കിന്റെ കുഴലുകളിൽ നിന്ന് ഏത് സമയവും തനിക്ക് നേരെ തീയുണ്ടയോ ബോംബോ വരാം എന്ന് ഉറപ്പുണ്ടായിട്ട് ഗവൺമെന്റ് പോലും ആ തരത്തിലുള്ള വാണിംഗ് കൊടുത്തിട്ട് ഇതിനൊന്നും വകവെക്കാതെ അവിടെ പോയി ധൂപം കാണിച്ചത് സത്യവിശ്വാസമാണ്. കാരണം മരിച്ചവൻ കേവലം മരിച്ചവനല്ല, അവർ സജീവനാണ്. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹത്തിന് പരിമല തിരുമേനിയുടെ കബറിന് ധൂപം വെക്കണമെന്ന് വലിയ ആഗ്രഹമുണ്ട്. ഞാൻ പറഞ്ഞു വന്ന എന്നാന്ന് ചോദിച്ചാ, കേരളത്തിലെ യാക്കോബായക്കാർ അവന്റെ പൈതൃകം എന്താണെന്നും പാരമ്പര്യം എന്താണെന്നും അവനെ ഇന്ന് ഇങ്ങനെ നിർത്തി വിശ്വാസം അവന് കൊടുക്കുവാൻ പിതാക്കന്മാർ സഹിച്ച ത്യാഗവും അവർ അനുഭവിച്ച കഷ്ടങ്ങളും എത്രയാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ കേരളത്തിലെ ഈ യാക്കോബായക്കാരൻ 1,00,000 ജന്മം വേറെ ജനിക്കണം. ഇത്രമാത്രം സോ പതറ്റിക്. കാരണം നമ്മൾ വന്ന വഴികൾ കനൽ വഴികളാണ്. കനൽ വഴികൾ താണ്ടിയാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഒരിക്കലും ഒരു പ്രലോഭനത്തിന്റെ മുമ്പിൽ വഴങ്ങിപ്പോയിട്ടില്ല, ഒരു ഭീഷണിക്ക് മുമ്പിലും വഴങ്ങിപ്പോയിട്ടില്ല. ഭീഷണികൾ കൊണ്ടും പ്രലോഭനങ്ങൾ കൊണ്ടും നമ്മളെ ഒടിച്ചു മടക്കാമെന്നാണ് ചിന്തിക്കുന്നത്. ഒരിക്കലും നടക്കില്ല. നിങ്ങൾ നോക്ക്, ഇത്രയേറെ കഷ്ടം സഹിച്ചത്. എന്തുകൊണ്ടാണ് സുറിയാനി സഭ മെലിഞ്ഞു പോയത്? സന്ദർഭാനുസരണം മാറ്റി മറിച്ചും ഒക്കെ പറഞ്ഞും ചെറിയ ചെറിയ സഭകളിൽ നിന്ന് അങ്ങനെ മറ്റിടത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞു നിന്നിരുന്നെങ്കിൽ സഭ വലുതായില്ല എന്നാണ് യാഥാർത്ഥ്യം. വലുതാകാഞ്ഞതിന്റെ കാരണം ഇതാണ്. നിന്റെ ജീവിതത്തിൽ നീ ഇത്തരത്തിലുള്ള ഏതെങ്കിലും പ്രതിസന്ധി അനുഭവിച്ചിട്ടുണ്ടോ? ഇത്തരത്തിലുള്ള യാതനകളും പ്രതികൂലങ്ങളും അനുഭവിച്ച് കഷ്ടപ്പെട്ട് വേഷപ്രച്ഛന്നരായി നടന്ന് ഒളിവിൽ താമസിച്ച് പരിശുദ്ധനായ പൗലോസ് ശ്ലീഹ അന്ത്യോക്യയുടെ ശ്ലീഹയാണ്. അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ മിഷണറി യാത്രയിൽ വന്ന കഷ്ടതകൾ അദ്ദേഹം വിവരിക്കുന്നുണ്ട്. അന്ന് തുടങ്ങിയ കഷ്ടതയാണ് സുറിയാനി സഭയുടെ പിതാക്കന്മാർക്ക്. അന്നും ഇന്നും അലച്ചിലും കണ്ണുനീരും അവരുടെ കൂടപ്പുറപ്പ്, ഒരു മാറ്റവും. പൗലോസ് ശ്ലീഹ സ്വന്തം എക്സ്പീരിയൻസ് പറയുന്നുണ്ട്. പലരെയും സമ്പന്നരാക്കുന്നു, എങ്കിലും ഞങ്ങൾ കൈകളിൽ ഒന്നുമില്ലാത്തവരായി തുടരുന്നു. ഇത് അന്ത്യോക്യയിലെ സുറിയാനി സഭയുടെ അനുഭവമാണ്. വേറൊരു സഭയ്ക്കത് പറയും, അന്യതം പറയണം, കുത്തുകൊണ്ടും സ്ഥിരവാസം കൂടാതെയും ഞങ്ങൾ പാർക്കുന്നു. ഇതല്ലേ പാത്രിക്ക് സ്വാമിക്ക് സ്ഥിരവാസം ഇല്ലെന്ന് പറഞ്ഞ് നിങ്ങൾ പരിഹസിക്കുന്നത്? അത് പൗലോസ് ശ്ലീഹയുടെ പാരമ്പര്യമാണ്.
ആ പൗലോസ് ആ സഭയുടേതാണ്. അപ്പൊ ആരിന്റെ പേരാണ് ആ പുതപ്പ് വീണത്? ആർക്കാണ് പാരമ്പര്യമുള്ളത്? കഷ്ടത ഞങ്ങളുടെ അവകാശമാണ്. ഞാൻ പറഞ്ഞല്ല, പൗലോസ് പറഞ്ഞതാണ്. പ്രിയപ്പെട്ടവരെ, ക്രിസ്തുവിന്റെ വലിയ മർമ്മങ്ങളെ പ്രസ്താവിക്കാൻ മാത്രമല്ല, അവന് വേണ്ടി കഷ്ടം സഹിക്കാൻ കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു. അപ്പൊ ആ കഷ്ടതയുടെ വരം എന്ന പുതപ്പ് വീണ ഒരേ ഒരു സഭാവിഭാഗം ഈ സഭാവിഭാഗമാണ്. ദിസ് ഈസ് ദ ട്രൂ മാർക്ക് ഓഫ് എ ട്രൂ ചർച്ച്. അപ്പൊ സത്യവിശ്വാസം എന്താണെന്ന് കേരളത്തിലെ ക്രിസ്ത്യാനികൾക്ക് അറിയാമായിരുന്നു. അതുകൊണ്ടാണ് കത്തോലിക്കരുടെ മേൽപ്പെട്ട സ്ഥാനികൾ വന്നിട്ട് അവരെ സ്വീകരിക്കാതെ തിരസ്കരിച്ചു വിട്ട കേരളത്തിലെ വിശ്വാസികൾ അബ്ദുൽ ജലീൽ പാത്രീർക്കീസ് ബാവ വന്നപ്പോൾ സ്വീകരിച്ചത്. എന്തിനാണ് അബ്ദുൽ ജലീൽ പാത്രീർക്കീസ് ബാവ കേരളത്തിലോട്ട് വന്നത്? തൻ്റെ ഇടവക, മാർത്തോമാ ശ്ലീഹായുടെ ഇടവക അവിടെ ഉണ്ട് എന്നുള്ളൊരു നിയോഗമാണ്. ആ ദർശനത്തിലാണ് ജോസഫ് മെത്രാനും ക്നായി തോമനും ഒക്കെ കേരളത്തിലേക്ക് വന്നിട്ടുള്ളത്. എന്നും അവിടെയുള്ള സഭയെ സംബന്ധിച്ച് അവരുടെ ഹൃദയത്തിലൊരിടം മലങ്കരയിലെ ഇടവകയ്ക്കുണ്ട്. മലങ്കരയിൽ ഒരു ഇടവകയുണ്ടെന്നും ആ ഇടവക സംരക്ഷിക്കപ്പെടേണ്ടതാണെന്നും പരിപാലിക്കപ്പെടേണ്ടതാണെന്നുള്ള ബോധം നിരന്തരമായിട്ട് അവർക്കുണ്ട്. പക്ഷേ അവരനുഭവിച്ചിട്ടുള്ള ഈ പീഡനങ്ങളുടെ വലിയ പരമ്പരയാണ്. അതിനിടയ്ക്ക് പലപ്പോഴും അവർക്ക് അതിൽ വരാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഈ അബ്ദുൽ ജലീൽ പാത്രീർക്കീസിനെ അവർ വിടുന്നതിനാണ്. അപ്പം കേരളത്തിലുള്ളവർ ഈ അബ്ദുൽ ജലീൽ പാത്രീർക്കീസ് വന്നപ്പോൾ സർവാത്മന അദ്ദേഹത്തെ സ്വീകരിക്കുകയാണ്. എന്താണ്, അദ്ദേഹം മാജിക്കാരനായിരുന്നു? എന്താ സ്വീകരിച്ചത്? അപ്പം അവർക്കറിയാം തങ്ങളുടെ വിശ്വാസമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്, തങ്ങളുടെ പൂർവിക വിശ്വാസമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്, സത്യവിശ്വാസമാണ് ഈ കൊണ്ടുവന്നിട്ടുള്ളത്. നമുക്ക് ആ സത്യവിശ്വാസം മലങ്കരയിൽ കിട്ടാൻ, ചെറിയൊരു കൈത്തിരി പോലെ കിട്ടാൻ നമുക്ക് ഭാഗ്യമുണ്ടായി. അതുകൊണ്ടാണ് ഇന്നും നമ്മൾ വിശുദ്ധ കുർബാനയിൽ തുബ്ദൻ വായിക്കും, 5-ാം തുബ്ദൻ വായിക്കുമ്പോൾ വെടിപ്പോടെ അങ്ങോട്ട് വായിക്കുന്നത് സുറിയാനിക്കാരുടെ കിരീടവും പുഷ്പങ്ങൾ കൊണ്ട് നിറഞ്ഞ മേച്ചിൽ സ്ഥലവും മറിയം സംശയവും കൂടാതെ ദൈവമാതാവ് എല്ലായ്പ്പോഴും പ്രസംഗിച്ചതിനുമായി ഞങ്ങളുടെ പാത്രീർക്കീസ് മോർ സേവേറിയോസിന് വേണ്ടി. നമ്മുടെ കർത്താവായ യേശു മിശിഹായുടെ മനുഷ്യാവതാരത്തെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും ഇൻകാർണേഷനെ സംബന്ധിച്ച് സ്പഷ്ടമായി തെളിയിച്ചവനും ഉന്നത ഗോപുരവുമായ മാർ കൂറിലോസ്. തുബ്ദൻ വായിക്കുമ്പോൾ നിങ്ങൾ ഓർക്കണം, സുറിയാനി സഭയുടെ വിശുദ്ധ കുർബാന നിങ്ങൾക്ക് എൻജോയ് ചെയ്യണമെങ്കിൽ യു മസ്റ്റ് thoroughly know about the persons mentioned in the തുബ്ദൻ. അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് എൻജോയ് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾ ഓരോരുത്തരും ആരായിരുന്നെന്നും അവരെത്രമാത്രം തൻ്റെ ജീവിതം കൊണ്ട് വില കൊടുത്തെന്നും തങ്ങളുടെ രക്തം കൊണ്ട് സാക്ഷ്യപ്പെടുത്തിയെന്നും നമ്മൾ മനസ്സിലാക്കുമ്പോൾ അന്നത്തെ ഇൻസിഡൻസ്, ഹിസ്റ്ററി, ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലൂടെ ഒരു സിനിമ പോലെ ഇങ്ങനെ ഓടിപ്പോവും. അപ്പൊ അവിടെ ഇരുന്ന് ആ തുബ്ദൻ കേൾക്കുന്ന സമയത്ത് നമ്മുടെ ചരിത്രം, നമ്മുടെ പാരമ്പര്യം, നമ്മുടെ ദൈവശാസ്ത്രം, ഇത് മുഴുവൻ നമ്മുടെ മനസ്സിലേക്ക്, അത് മുഴുവൻ കേട്ടിട്ടൊരു പുത്തൻ ഉണർവോടെ, ഒരു പുത്തൻ ഊർജത്തോടെയാണ് നമ്മൾ വിശുദ്ധ കുർബാന അടുത്ത് കുറിയലൈസോൻ എന്ന് പറഞ്ഞ് എഴുന്നേക്കുന്നത്. ഓരോ ഘട്ടത്തിൽ സഭയ്ക്ക് സഹായമെത്തിയതും മലങ്കര സഭയെ പോഷിപ്പിച്ചതും മലങ്കര സഭയെ നിലനിർത്തിയതും മലങ്കര സഭയെ യഥാസ്ഥാനപ്പെടുത്തിയതും അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് കാലാകാലങ്ങളായി അയക്കപ്പെട്ട പിതാക്കന്മാരാണ്. AD 345 1-ാം സുറിയൻ കുടിയേറ്റത്തിൽ ക്നായി തോമായുടെ നേതൃത്വത്തിൽ ആ സംഘം മലങ്കരയിലേക്ക് പോരുമ്പോൾ പരിശുദ്ധ അന്ത്യോക്യ സിംഹാസനത്തിൽ നിന്ന് പാത്രീർക്കീസ് അവർക്ക് നൽകിയ വാഗ്ദാനം, നിങ്ങൾ പോയിക്കൊള്ളുക, ഓരോ 12 വർഷവും കൂടുമ്പോൾ ഞാൻ ബിഷപ്പുമാരെ അയച്ചുകൊള്ളാം. അതികഠിനമായ അനന്യസാധാരണമായ പീഡനങ്ങളിലൂടെ കടന്നുപോയ അന്ത്യോക്യ സഭയ്ക്ക് പലപ്പോഴും ആ വാക്ക് പാലിക്കുവാൻ കഴിഞ്ഞു. എങ്കിലും സാധിക്കുന്നിടത്തോളം ഫ്രം ടൈം ടു ടൈം they sent their delegates, their bishops. പലരും കപ്പൽ ചേരത്തിൽ അകപ്പെട്ടു. പുറപ്പെട്ട പലർക്കും ഇവിടെ എത്തിച്ചേരാൻ കഴിഞ്ഞില്ല. ചിലർ കാട്ടിലെ ആപത്തിനാൽ വന്യമൃഗങ്ങൾക്കിരയായി തീർന്നു. മലമ്പനി പോലെയുള്ള രോഗങ്ങൾ ബാധിച്ച് പലരും മരിച്ചുപോയി. ചിലർ കൊള്ളക്കാരുടെ കൈകളിൽ അകപ്പെട്ടു. അവർക്കുള്ളതെല്ലാം അപഹരിക്കപ്പെട്ടു, അവർ കൊല്ലപ്പെട്ടു. എങ്കിലും ത്യാഗപൂർണമായ, അപകടപൂർണമായ, അനിശ്ചിതത്വം നിറഞ്ഞ ആ വന്യപാതകളിലൂടെ, സമുദ്രപാതകളിലൂടെ മലങ്കരയിലെ മക്കളെ തേടിയുള്ള അവരുടെ യാത്ര തുടർന്നുകൊണ്ട് എല്ലാ കാലത്തും മലങ്കരയിലെ മക്കൾ പരിശുദ്ധ സിംഹാസനത്തിൽ നിന്ന് കാലാകാലങ്ങളിൽ എത്തുന്ന പിതാക്കന്മാരുടെ ആഗമനത്തിന് വേണ്ടി പ്രാർത്ഥനയോടെയും പ്രതീക്ഷയോടെയും ആകാംക്ഷയോടെയും കാത്തുകൊണ്ടുപോയി. പലപ്പോഴും പകലത്തെ അധ്വാനം കഴിഞ്ഞ് നെറ്റിയിൽ നിന്ന് കണ്ണിലേക്ക് ഒലിച്ചിറങ്ങുന്ന വേർപ്പ് വിരലുകൾ കൊണ്ട് തൂത്തുമാറ്റി
പ്രതീക്ഷയോടെ തെളിഞ്ഞ ആകാശത്തേക്ക് നോക്കുമ്പോൾ നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ ജനനത്തിങ്കൽ ആകാശത്ത് നക്ഷത്രം അടയാളമായി വന്നതുപോലെ തങ്ങൾക്ക് ആത്മീക നൽവരങ്ങളെ നൽകേണ്ടതിന് ജ്ഞാനത്തിന്റെ നല്ല നിക്ഷേപങ്ങളും ഭൂതാശകളുടെ നല്ല നിധികളുമായി ആത്മീക നൽവരങ്ങളുമായി എഴുന്നള്ളുന്ന പിതാക്കന്മാർ വഴിതെറ്റാതെ, വഴിയിൽ അപകടത്തിൽപ്പെടാതെ, കാട്ടിലെ ആപത്തിൽ നിന്നും കടലിലെ ആപത്തിൽ നിന്നും സംരക്ഷിക്കപ്പെട്ട് മലങ്കരയുടെ മണ്ണിൽ എത്തിച്ചേരണമെന്ന് അവർ പ്രാർത്ഥനയോടെ ആകാശത്തേക്ക് മിഴികൾ ഉയർത്തുമ്പോൾ പലപ്പോഴും ആകാശത്ത് മിന്നിമറിയുന്ന ചലിക്കുന്ന ജ്യോതിർഗോളങ്ങളെ കാണുമ്പോൾ അവർ ആശ്വസിച്ചു. പിതാക്കന്മാരുടെ വരവിന്റെ അടയാളമാണ്. അവർ മക്കളോട് പറയും, മക്കളെ പൊള്ളിമീൻ കാണുന്നുണ്ട്, നമ്മുടെ പിതാക്കന്മാർ അവർ എത്തിക്കൊണ്ടിരിക്കുകയാണ്, നമുക്ക് പ്രാർത്ഥിക്കാം. അങ്ങനെ പ്രാർത്ഥനയിലൂടെ നൂറ്റാണ്ടുകൾ, കാലാകാലങ്ങളിൽ പ്രകൃതിയുടെ പ്രതിഭാസങ്ങളെയും കാട്ടിലെ ആപത്തുകളെയും കൊള്ളക്കാരുടെ അപകടങ്ങളെയും ആപത്തുകളെയും പതിയിരിപ്പുകളെയും എല്ലാം അതിജീവിച്ച് സമയാസമയങ്ങളിൽ വിരളമായിട്ടെങ്കിലും ആ പിതാക്കന്മാർ എത്തി നട്ടുനനച്ചും പരിപോഷിപ്പിച്ചും മലങ്കരയിൽ വളർത്തിയെടുത്ത ഒരു സഭയാണ് പരിശുദ്ധ യാക്കോബായ സുറിയാനി സഭ. ആ സഭയ്ക്ക് വളരെ ഉപദ്രവങ്ങൾ നേരിട്ടു, കാലാകാലങ്ങളിൽ ഉപദ്രവങ്ങൾ നേരിട്ടു. പല ആളുകളും അതിൽ നിന്ന് വിശ്വാസികളെ അടർത്തിക്കൊണ്ടുപോയി അവരുടേതായ ഗ്രൂപ്പുകൾ ഉണ്ടാക്കി. തൊഴിയൂർ സഭ രൂപപ്പെട്ടു, മാർത്തോമാ സഭ രൂപപ്പെട്ടു, കഞ്ഞിക്കുഴി സഭ രൂപപ്പെട്ടു. അനേക പെന്തക്കോസ്ത് സഭകളിലേക്ക് ആളുകൾ പോയി. യഹോവ സാക്ഷി, സെവന്ത് ഡേ അഡ്വന്റിസ്റ്റ്, അങ്ങനെ ഒരുപാട് വിഭാഗങ്ങൾ, ബ്രദറൻ സഭ, അതിലെല്ലാം നിങ്ങൾ നോക്കിയാൽ നടുനായകത്വം വഹിച്ചവരും മുഖ്യമായ ഗ്രൂപ്പുകളും എല്ലാം ഈ സഭയിലെ അംഗങ്ങളാണ്. പൂർവികമായി ഈ സഭയിൽ ഒടുവിൽ സ്വർഗീയ വിരുന്ന് വരെയുള്ള ഗ്രൂപ്പുകളിലേക്ക് ആളുകൾ പോയി. അവസാനം ശേഷിക്കുന്ന രണ്ടും കണക്കാണ്. ഈ ശോഷിച്ച് ശേഷിക്കുന്ന ഒരു ചെറിയ ഗ്രൂപ്പ്, ചെറിയ ആട്ടിൻകൂട്ടമേ ഭയപ്പെടേണ്ട. നിങ്ങൾക്ക് രാജ്യം നൽകുവാൻ എൻ്റെ പിതാവ് പ്രസാദിച്ചിരിക്കും. പിതാവിൻ്റെ നൽപ്രസാദം കിട്ടുന്ന ഗ്രൂപ്പ്, ലിറ്റിൽ ഫ്ലോക്ക്, ചെറിയ ആട്ടിൻകൂട്ടമായിരിക്കുമെന്ന് നമ്മുടെ കർത്താവ് ഈശോ മിശിഹ പണ്ടേ പറഞ്ഞിട്ടുണ്ട്. ആ ചെറിയ ആട്ടിൻകൂട്ടമായി സത്യവിശ്വാസത്തെ സംരക്ഷിക്കുകയും കഷ്ടങ്ങളിൽ പതറാതെയും നഷ്ടങ്ങളിൽ കരയാതെയും സമ്പത്തുകളുടെ അപഹാരത്തെ പോലും സന്തോഷത്തോടെ സഹിക്കുന്നവരായി നിലനിൽക്കുന്ന യാക്കോബായ സഭ പീഡനങ്ങളുടെയും കഷ്ടതകളുടെയും നെരിപ്പോടുകളിൽ, കനൽപാതകളിൽ, പ്രാർത്ഥനയുടെ മൂശകളിൽ, കണ്ണുനീരിന്റെ ഉറവകളിൽ സുറിയാനി സഭാപിതാക്കന്മാർ കടഞ്ഞെടുത്ത് തലമുറകൾക്ക് കൈമാറിയ വിശ്വാസവും പൈതൃകവും അതൊരു സുഹൃതമായി കണ്ട് കൈയേറ്റ് വാങ്ങിയിരിക്കുന്നവരാണ് യഥാർത്ഥ വിശ്വാസികൾ. അതിന്റെ ആ പിന്തുടർച്ചയുള്ള, ആ ലെഗസിയുള്ള, ആ ഹെറിറ്റേജ് ഉള്ള, ആ ട്രഡീഷനുള്ള സഭയാണ് മലങ്കരയിലെ സഭ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് ഇപ്പുറത്ത് നമ്മൾ നോക്കുമ്പോൾ നൂറുകണക്കിന് ഭരണകൂട ഭീകരതകൾ, താണ്ഡവങ്ങൾ, പടയോട്ടങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, പലായനങ്ങൾ, അതിലൊക്കെ അതിജീവനത്തിന്റെ കഥയുമായി അതിനിപ്പുറത്തും മുത്തുപോലെ ആ സത്യവിശ്വാസത്തെ നമ്മൾ ഇപ്പുറത്ത് കൊണ്ടുവന്നിരിക്കുക. ഇത്രമാത്രം പീഡനങ്ങൾ വന്നിട്ടും വളരെ സമ്പന്നമായ ഒരു ലിറ്റർജി സൂക്ഷിക്കാൻ നമ്മുടെ പിതാക്കന്മാർക്ക് കഴിഞ്ഞു. ഞാൻ പലപ്പോഴും ഈ സിറിയൻ ലിറ്റർജി വായിക്കുമ്പോൾ എൻ്റെ കണ്ണ് നിറഞ്ഞു പോകും. കാരണം ഈ ചർച്ച് പോന്നിട്ടുള്ള പീഡനങ്ങളെ പറ്റി നിങ്ങൾ ഒന്ന് നോക്കണം. ഒരു വരി പോലും അവശേഷിക്കരുതാത്ത അത്ര പീഡനമായിരുന്നു. ഒരു സിംഗിൾ ലൈൻ പോലും അവശേഷിക്കരുതാത്ത അത്ര കഠിനമായ കഷ്ടതകളിലൂടെ പോന്ന, എന്നിട്ടും ഇത്രയും ലിറ്റർജി വന്നിരിക്കുക. ഇത്രയേറെ നമുക്ക് എത്ര വൈവിധ്യമാർന്ന കോലോകൾ, കുക്കുലിയോനുകൾ, എനിയോനകൾ, എക്ബോകൾ, പ്രുമിയോനുകൾ, സെതറാകൾ, ലുത്തിനിയാകൾ, നിങ്ങൾ അമ്പരന്ന് പോകുന്ന വിധത്തിൽ വൈവിധ്യപൂർണമായ, അതുപോലെ തന്നെ ഓരോ പെരുന്നാളുകൾക്കുമുള്ള ശുശ്രൂഷകൾ. ഇപ്പോൾ എൽദോ പെരുന്നാളിനൊരു ക്രമമുണ്ട്, ദനഗ പെരുന്നാളിനൊരു ക്രമമുണ്ട്, മായൽത്തോ പെരുന്നാളിനൊരു ക്രമമുണ്ട്, 3 നോയമ്പിന് ക്രമമുണ്ട്, വലിയ നോയമ്പിന് ക്രമമുണ്ട്. വലിയ നോയമ്പിൽ ഓരോ വിശേഷ ദിവസവും പ്രത്യേകം ക്രമങ്ങളുണ്ട്. ഇത് കണ്ടാൽ അമ്പരന്ന് പോവും, അതിശയിച്ചു പോവും. അപ്പം നിങ്ങളുടെ പിതാക്കന്മാരാണ് അന്ത്യോക്യായിൽ നിന്ന്, നിങ്ങളുടെ പിതാക്കന്മാരാണ് തുർക്കിയിൽ നിന്നും, സുറിയായിൽ നിന്നും, തുറബ്ദീനിൽ നിന്നും, മത്തായിയുടെ ദേറായിൽ നിന്നും ഇത് മുഴുവൻ കൊണ്ടുവന്ന് കുർക്കുമാ ദേറായിലും ഒക്കെ ഇരുന്ന പ്രാർത്ഥനകളും ക്രമങ്ങളും
മറുവാസായും ധൂവക്കുറ്റിയും വരെ അവരവിടുന്ന് കൊണ്ടു കൊടുത്താണ്. അപ്പൊ കാലാകാലങ്ങളിൽ അന്ത്യോക്യൻ സിംഹാസനത്തോട് ബന്ധമുണ്ടായിരുന്ന പിതാക്കന്മാർ മലങ്കരയിൽ വന്ന് നട്ട് നനച്ച് നറീഷ് ചെയ്ത് വളർത്തിയ ഒരു സഭയെ മലങ്കരയിലുള്ളൂ. ഇത് അന്ത്യോക്യൻ പാത്രിക്കീസിനെ വെറുക്കുന്നതും മറക്കുന്നതും അക്ഷന്തവ്യമായ അപരാധമാണ്. ഈ അപരാധം നിങ്ങൾ ചെയ്യില്ല എന്ന് നിങ്ങൾക്ക് ഇതാണ് സത്യം. ഞാൻ അതുകൊണ്ടാണ് ഇത്രയും സംസാരിക്കുന്നത്. ഒരു യാക്കോബായക്കാരനെ സംബന്ധിച്ച് അവന്റെ പള്ളി നഷ്ടപ്പെടുമ്പോ അവന്റെ ദുഃഖം ആ പള്ളിയോട് ചേർന്നുള്ള ആ പരീക്ഷ ആളിന്റെ വാടക, അതിനോട് ചേർന്ന് ഒരു നേരം കടമുറികളുടെ വാടക, പിന്നെ അവിടെ നിന്ന് 100-300 തെങ്ങിന്റെ മേലാദായം, ഇതൊന്നും അവന്റെ മനസ്സിലില്ല. അവന്റെ ചിന്തയിൽ ആ പള്ളിയുടെ തെക്കുവശത്തെ സെമിത്തേരിയിൽ വിശ്രമിക്കുന്ന അവന്റെ പിതാക്കന്മാരും പൂർവികരുമായിട്ടുള്ള ആളുകളുടെ കബറിടത്തിങ്കൽ ധൂപം വെക്കാനുള്ള അവസരം നഷ്ടപ്പെടുമോ എന്നുള്ള ഒരൊറ്റ വേവലാതിയാണ്, ഒറ്റ വേപ്പതുമാണ് അവനെ അരട്ടുന്നത്. അവിടെ ഒരു മെഴുകുതിരി കത്തിക്കുവാൻ, അല്ലാതെ അതിന്റെ ഭൗതിക സമ്പത്തുകളല്ല. അപ്പം സമ്പത്തുകളിലല്ല ഉന്നം വെക്കുന്നത്, ആ അവകാശത്തിന് വേണ്ടിയാണ് അവർ തുക്കി. ഇതാണ് അവിടെ സംഭവിക്കുന്നത്. കാരണം ഇവരുടെ പൂർവികരിൽ നിന്ന്, അവരുടെ പൈതൃകത്തിൽ നിന്ന്, അവരുടെ ആത്മാവിന്റെ ഒരു അംശത്തിൽ നിന്ന് അവരെ പറിച്ചു മാറ്റുന്ന കാര്യമാണ്. ഈ കാലഘട്ടത്തിലും ഈ വലിയ ഒരു അപജയം വരുമ്പോ സഭ ഇതിനെ അതിജീവിക്കുമോ എന്നാണ് നിരീക്ഷകർ നോക്കി നിൽക്കുന്നത്. അപ്പൊ ഞാനൊക്കെ നിരീക്ഷകർ, ഞങ്ങളൊക്കെ പുറത്തു നിന്ന് നോക്കുക, ഈ സഭ സത്യസഭയാണോ? 2000 വർഷമായിട്ട് ഈ നൗക കാറ്റിലും കോളിലും പ്രതികൂലങ്ങളിലും ഒക്കെ അതിന്റെ സത്യവിശ്വാസത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് സഞ്ചരിച്ച് 2024 എത്തിയിരിക്കുകയാണ്. ഈ 2024 പ്രതികൂല കാറ്റിൽ 2024 അതിന്റെ പൈതൃകത്തെയും പാരമ്പര്യത്തെയും ചരിത്രത്തെയും മുഴുവൻ തമസ്കരിച്ചുകൊണ്ട്, അതിന് മുഴുവൻ അപനിർമ്മാണം നടത്തിക്കൊണ്ട്, ഒരു പുതിയ ചരിത്രം, ഒരു പുതിയ വ്യാജ ചരിത്രം നിർമ്മിച്ചുകൊണ്ട് ചരിത്രത്തെ തമസ്കരിക്കുവാൻ, പിതാക്കന്മാരെ അവഹേളിക്കുവാൻ, അപകീർത്തിപ്പെടുത്തുവാൻ, ഇതിനൊക്കെയുള്ള പരിശ്രമം ഒരു വശത്തൂടെ നടക്കുമ്പോൾ മറുവശത്ത് പ്രാർത്ഥനകളും ആരാധനകളും ഒക്കെ മലിനപ്പെടുത്തിക്കൊണ്ട് ഒരു പുതിയ സംസ്കാരം, പുതിയ പ്രാർത്ഥനാ ശൈലി, പുതിയ ദൈവശാസ്ത്രം, അതിനെയൊക്കെ ഇൻഫിൽട്രേറ്റ് ചെയ്ത് കൊണ്ടുവരുന്ന രീതിയിലുള്ള കരിസ്മാറ്റിക് ഭീഷണികളും മറ്റും സഭയിൽ കയറി വരികയാണ്. അപ്പൊ ഇതെല്ലാം രണ്ടും ഒരേപോലെ ഭീഷണിയാണ്. ഞാൻ പറഞ്ഞു, പരിമല തിരുമേനിയും കടവിൽ തിരുമേനിയും ഒക്കെ അതിന്റെ ദൈവശാസ്ത്രപരമായ ഉപദേശപരമായ പാശ്ചാത്യ കടന്നുകയറ്റത്തെ അധിനിവേശത്തെയാണ് ചേർത്തുന്നത്. പള്ളിപിടുത്തത്തെ ചേർത്തതിനോടൊപ്പം, പള്ളിപിടുത്തത്തെ മാത്രമല്ല, പള്ളിപിടുത്തത്തെ അവർ പള്ളികൾ വെച്ചും ആ പള്ളികൾ കൂദാശ ചെയ്തും ചേർത്തു. അതിനോടൊപ്പം ആശയതലത്തിൽ ഇപ്പൊ 2 തരത്തിലുള്ള പോരാട്ടമാണ് പരിമല തിരുമേനിയൊക്കെ നേരിട്ടത്. ഇന്നും ഈ 2 തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ട്. ഈ 2 ഭീഷണികളെയും നേരിട്ടുകൊണ്ട് ഈ സുറിയാനി സഭയെ നേരായ വഴിക്ക് നയിക്കുവാൻ ഒരു കൂപ്പർനീത്തി ഹാക്കിമോ എന്ന് പണ്ട് ഈ സാക്കാ പ്രഥമ പാത്രിക്കീസ വന്നപ്പോ നമ്മുടെ ചിങ്ങവനത്തെ തിരുമേനിയെ വിളിച്ചു. നമ്മുടെ വലിയ തിരുമേനി ഉണ്ടായിരുന്നു ചിങ്ങവനത്തെ, ആ ക്നാനക്കാരുടെ തിരുമേനി എന്ന് പറഞ്ഞാൽ എനിക്ക് വലിയ ഇഷ്ടമാണ് തിരുമേനി, നല്ല സൗന്ദര്യമൊക്കെയാണ്. ആ തിരുമേനി വിളിച്ച പേരാണ് കൂപ്പർനീത്തി ഹാക്കിമോ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റിൽപ്പെട്ട കപ്പലിനെ നേരായി നയിക്കുന്ന കപ്പിത്താൻ എന്നാണ് അതിന്റെ അർത്ഥം എന്നൊക്കെ ഞാൻ അന്ന് മനോരമ വായിച്ച. അപ്പൊ ഇന്ന് സുറിയാനി സഭയ്ക്ക് വേണ്ടി അങ്ങനെ ഒരു കൂപ്പർനീത്തി ഹാക്കിമോ വരുമോ? വരില്ലേ? വരുമായിരിക്കും. നമുക്ക് കാത്തിരിക്കാം.